ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് ഒന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ cap.mg.ac.in എന്ന വെബ്സൈറ്റാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വന്നതിന് ശേഷം അപ്പോൾ നിങ്ങൾ മെനു ബാറിൽ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് എടുക്കുക. ശേഷം അടുത്ത പേജിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചവരെല്ലാം തന്നെ 19/6/2025 വൈകുന്നേരം 4 മണിക്ക് മുൻപായി നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പം ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടിയിരിക്കുന്നത് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. 19-ാം തീയതിക്ക് മുമ്പേ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. കാരണം നിങ്ങൾക്ക് ഇനി വേറെ ഓപ്ഷൻസ് ഇല്ല. സെക്കൻഡ് മുതലുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ ഇപ്പം ക്യാൻസലായി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക. ഓക്കെ. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. അത് ജനറൽ വിഭാഗത്തിന് 1575 രൂപയും SC/ST വിഭാഗത്തിന് 50 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ഓക്കെ. നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ഇനി തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. അപ്പം ടെമ്പററി ആയിട്ടായാലും പെർമനൻ്റ് ആയിട്ടായാലും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. യൂണിവേഴ്സിറ്റി ഫീ അടച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അപ്പം നിങ്ങൾ ആദ്യം ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഈ അലോട്ട്മെൻറ്റ് മെമ്മോ ആയിട്ട് പോയി വേണം നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. അതുകൂടാതെ ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് ഓക്കെ ആണ്, ആ കോളേജ് തന്നെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അതത് കോളേജുകളിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അങ്ങനെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ, അതുപോലെ തന്നെ ഫീസും നിങ്ങളവിടെ അടയ്ക്കേണ്ടി വരും. അപ്പം അതെല്ലാം കരുതിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാൻ കോളേജിൽ പോവുക. ഓക്കെ. അപ്പോൾ ആ ഒരു ഡേറ്റ് പറയുന്നത് 19/6/2025 അതിന് മുൻപേ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ, മാക്സിമം ആ ഡേറ്റ് വരെയാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് പോവുക. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സുകളാണ് ഇപ്പോൾ പറയുന്നത്. അലോട്ട്മെൻറ്റ് മെമ്മോ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് മതി. പിന്നെ TC, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് TC കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റും. ഓക്കെ. പിന്നെ മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ്. പിന്നെ പറയുന്നത് നിങ്ങളുടെ എന്തെങ്കിലും റിസർവേഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയണം. നിങ്ങൾക്ക് 4ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, ആ കോളേജിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പോയി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, 1 മുതൽ 3 വരെയുള്ള ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ 3 ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുകയും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളും എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അല്ല കിട്ടിയെങ്കിൽ പോലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായും അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പം ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ പോവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഫീസോ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിറ്റി ഫീ മാത്രം അടയ്ക്കുക ഓൺലൈനായിട്ട്. അതല്ലാതെ നിങ്ങൾ ട്യൂഷൻ ഫീസും കാര്യങ്ങളൊന്നും ഇപ്പോൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ അവിടെ കൺഫേം ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് അതായത് ഇപ്പം ടെമ്പററി ആയിട്ടൊക്കെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. പക്ഷേ പുതിയതായിട്ട് ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഡിലീറ്റും ചെയ്ത് കൊടുക്കാം. ആ ഒരു ഡേറ്റ് പറയുന്നത്
പറയുന്നത് 26/2025 പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ഡേറ്റിൽ ആ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കും. അതായത് നിങ്ങൾ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും ആ ഒരു ദിവസം മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ 20-ാം തീയതി നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിലവിൽ നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 24/6/2025 അതിന് മുമ്പേ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 18-ാം തീയതി പ്രസിദ്ധീകരിക്കും എന്നാണ് നമ്മുടെ ഷെഡ്യൂളിലുള്ളത്. MG യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയുന്ന ഡേറ്റിന് 1-2 ദിവസം മുമ്പെയാണ് അതുപോലെ പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പം 24-ാം തീയതിക്ക് മുമ്പേ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരുന്നതനുസരിച്ച് ആ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്